بسم الله الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوان أوصيكم وإياي بتقوى الله. സഹോദരന്മാരെ, അള്ളാഹുവിന് കീഴ്പ്പെടേണ്ട ബാധ്യതയെപ്പറ്റി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട ഉത്തരവാദിത്വത്തെപ്പറ്റി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ആവശ്യമായ ഈ സൂക്ഷ്മത, ഈ തഖ്വ, അതിന് നമുക്ക് സാധ്യമാവാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. സൂറത്ത് റൂമിലെ ഒരായത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. അല്ലാഹു ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വതൻ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ യഖ്ലുഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ. അല്ലാഹു ഖലഖകും മിൻ ളഅഫിൻ, ദുർബലമായ, ബലഹീനമായ ഒരവസ്ഥയിലാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. പിന്നെ ആ ബലഹീനമായ, ദുർബലമായ ഒരവസ്ഥയിൽ നിന്ന് ബലവാനായി, ശക്തിയുള്ളവനാക്കി അള്ളാഹു നിങ്ങളെ മാറ്റി. പിന്നെ ആ ബലവാനായിരുന്ന കാലഘട്ടത്തിൻ്റെ ശേഷം, പ്രായത്തിൻ്റെ ശേഷം വീണ്ടും ബലഹീനതയും നരയും അള്ളാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാൻ അവന് സാധ്യമാണ്. വഹുവൽ അലീം, അവനെല്ലാം അറിയുന്നവനാണ്. അൽ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. വിശദീകരണങ്ങൾ ആവശ്യമില്ലാതെ മനസ്സിലാകുന്ന കുറേ ആയത്തുകളുണ്ട് ഖുർആനിൽ. അതിൽപ്പെട്ടതാണിത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ വർണ്ണന, വിശദീകരണം, അതാണ് ഈ കാണുന്നത്. എല്ലാവർക്കും അറിയാം ഈ ആയത്തിൻ്റെ ആശയം എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന്. പിറന്നു വീണപ്പോൾ, ജനിച്ചു വീണപ്പോൾ ഒന്നിനും കഴിയാത്ത, കരയാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ എല്ലാവരുടെയും ജനനം. അത് കഴിഞ്ഞ് മാസങ്ങളും കാലങ്ങളും കഴിഞ്ഞു പോയപ്പോൾ കുറെ കൂടി ബലവാന്മാരായി, പല വിധത്തിൽ, പലതരത്തിൽ ബലമുള്ളവരായി മാറി നമ്മൾ, മാനസികമായും ശാരീരികമായിട്ടുമൊക്കെ. പിന്നെ പിന്നെ അതിൻ്റെ ആ നല്ല അവസ്ഥയിൽ ക്ഷീണം വന്നിട്ട് നാളുകൾ കഴിഞ്ഞപ്പോൾ വാർദ്ധക്യം നമ്മളെ തെരഞ്ഞു വന്നു, അല്ലെങ്കിൽ വരും. അത് വരുമ്പോൾ വീണ്ടും നാം ദുർബലരാകുന്നു. അതിൻ്റെ അടയാളമായി നരയെല്ലാം കാണുകയും ചെയ്യുന്നു. ഇതാണ് ഈ പറഞ്ഞു വെച്ചത്. നിത്യേന നാം കാണുകയോ അറിയുകയോ ചെയ്യുന്ന വിഷയങ്ങളാണെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ കാണപ്പെടാതെയോ ശ്രദ്ധിക്കപ്പെടാതെയോ പോകുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാര്യം ഒന്നിലധികം തവണ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഈ ആയത്ത് ഇന്ന് തെരഞ്ഞെടുത്ത് പറയാൻ കാരണം, ഈ ആയത്തിൻ്റെ അവസാനത്തിലെ ഭാഗമുണ്ടല്ലോ, നരയും ബലഹീനതയും വരുന്നൊരു കാലത്തെപ്പറ്റി സംസാരമുണ്ടതിൽ. പ്രായമേറെയാവുന്ന ഒരു സാഹചര്യത്തെപ്പറ്റി, ആ സന്ദർഭത്തെപ്പറ്റി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് ചോദിച്ചാൽ, നമ്മളെ നാട്ടിൽ നിന്നായാലും പുറത്തു നിന്നായാലും ഒക്കെ പ്രായം കൂടിയ ആളുകളോടുള്ള കയ്യേറ്റങ്ങളും അതിക്രമങ്ങളും അധികരിച്ചു വരുന്ന വാർത്തയാണ് ഇപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുള്ളത്. മാത്രമല്ല, മുമ്പൊക്കെ വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവരുണ്ടായിരുന്നിരിക്കണം, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും മാറിയ സാഹചര്യങ്ങളിൽ അതിൻ്റെയൊക്കെ എണ്ണവും ശതമാനവും കൂടുകയാണ് എന്ന് തോന്നുന്നു, വർദ്ധിക്കുകയാണ് എന്ന്.
മറ്റൊരു ദുരവസ്ഥ കൂടി പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടേത്. പ്രായമായ ആളുകളിൽ കാണപ്പെടേണ്ട ഒരു പക്വത, ഒരു സൂക്ഷ്മത ജീവിതത്തിൽ കാണപ്പെടാതെ വൃദ്ധന്മാരായ ആളുകൾ പലപ്പോഴും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പാപങ്ങൾ, കുറ്റങ്ങൾ ചെയ്യുന്നവരിൽ പങ്കാളികളാകുകയാണ്, പ്രായത്തെ പോലും മറന്നിട്ട് എന്ന് നാം കേൾക്കാൻ ഇടവരികയും ചെയ്യാം. ഈ സാഹചര്യത്തിൽ ഇന്ന് നമ്മിൽ പലരും വൃദ്ധരല്ല, വാർദ്ധക്യം വരാത്തവരാണ്. പക്ഷേ വിധി ഉണ്ടെങ്കിൽ നമ്മളെ കടന്നു വരാതിരിക്കില്ലല്ലോ, നമ്മൾ അനുഭവിക്കാൻ നിവൃത്തിയില്ല. അത് നമ്മുടെ വശം. നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ, അതായത് രക്തബന്ധമുള്ളവരോ അല്ലാത്തവരോ ആയ പ്രായമേറിയ ആളുകളുമായി പലപ്പോഴും ബന്ധപ്പെടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെപ്പറ്റി നമ്മോട് എന്താണ് പറഞ്ഞു വെച്ചത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കാര്യത്തെപ്പറ്റി എന്താണ് അറിയിക്കാനുള്ളത് എന്നൊരു ഓർമ്മിപ്പിക്കൽ, ശ്രദ്ധിപ്പിക്കൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. വാർദ്ധക്യമുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണ്, സാമൂഹ്യമായി, ഒരു വ്യക്തിയുടെ മാനസികമായി, ശാരീരികമായി, അതൊന്നും ഇപ്പോൾ പള്ളിയിൽ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് ഭൗതിക വിജ്ഞാനമാണ്. നിങ്ങൾക്ക് എന്നെക്കാളേറെ അറിയാൻ കഴിയും, സാധിക്കുകയും ചെയ്യും. ഒരു വാക്ക് അവിടെ ഓർമ്മിപ്പിക്കാൻ തോന്നുന്നത്, മനുഷ്യൻ്റെ ഇതുവരെയുള്ള അറിവുകൾ വെച്ചുകൊണ്ട് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യത്താൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, മാറ്റങ്ങൾ എല്ലാവരിലും ഒരുപോലെ ആവണം എന്നില്ല എന്നുള്ളതാണ്. അപ്പുറത്തെ ഒരു വൃദ്ധൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് പരിചയമുള്ള മറ്റൊരു കിഴവി ഇങ്ങനെയൊന്നുമല്ലല്ലോ, പിന്നെ നിങ്ങളെന്താ ഇങ്ങനെ? ഈ പറയുന്നതിലും ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. വാർദ്ധക്യം നമ്മിൽ ഓരോരുത്തരും ഉണ്ടാക്കാനിടയുള്ള മാറ്റം, വ്യക്തികളിൽ ഉണ്ടാക്കാനിടയുള്ള മാറ്റം വളരെ വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയാം. മറ്റൊരു കാര്യം കൂടി സാന്ദർഭികമായി പ്രസക്തമാണെന്ന് തോന്നുന്നു. മനുഷ്യൻ്റെ ഓർമ്മശക്തിയും അവൻ്റെ സദാചാര ശക്തിയും തമ്മിൽ തലച്ചോറിൽ ചേർത്തിരിക്കുന്നത് ഏതാണ്ട് സമീപത്തോ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടോ ആണ് എന്നാണ് മനുഷ്യൻ്റെ കണ്ടെത്തലുകൾ. നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ഓർമ്മശക്തിയെ നിയന്ത്രിക്കുന്ന ആ ഭാഗം, അതുപോലെ നമ്മെ സദാചാരത്തിന് നിയന്ത്രിക്കുന്ന മനുഷ്യനാണ് അരുത്, ചെയ്തുകൂടാ എന്നിങ്ങനെ നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗവും വളരെയേറെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഓർമ്മശക്തിയിൽ തകരാറ് വരുന്ന ആളുകളിൽ പലപ്പോഴും സദാചാരപരമായ വീഴ്ചകൾ കണ്ടെന്ന് വരുന്നതാണ്. പ്രായമായ ആളുകൾ പലപ്പോഴും പ്രായത്തിന് യോജിക്കാത്ത തെറ്റുകൾ, നമുക്ക് ഇഷ്ടക്കേട് തോന്നുന്ന മാന്യമല്ലാത്ത ചില പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും കണ്ടെന്ന് വരും. അത് കാണുമ്പോൾ വയസ്സായ അയാൾ കുരുത്തം കെട്ടുകയാണ് എന്നല്ല ചിന്തിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ മാനസികമായ മാറ്റങ്ങളിലുണ്ടായ അതിൻ്റെ പ്രതിഫലനമാണ് എന്ന് തിരിച്ചറിയണം. ഒരു സൂചന ഞാനവിടെ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് ആലോചിക്കാനോ അന്വേഷിക്കാനോ വേറെയും കുറേ ഭാഗങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. അത് വിശദീകരിക്കലല്ലോ പള്ളിയിലൊരു ക്ലാസ് നടക്കേണ്ടത്. നാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും പറഞ്ഞ വിഷയങ്ങളുടെ കൂടെ യാത്ര ചെയ്യാം. അതിലാദ്യം എനിക്ക് ഓർപ്പിക്കാൻ തോന്നുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും ഈ വിഷയത്തെപ്പറ്റി ബോധവാന്മാരാണ് എന്നതാണ്. ഞാൻ ഓതിയ ആയത്ത് സൂറത്തു റൂമിലേതാണ്. സൂറത്തു നഹലിൽ അള്ളാഹു പറഞ്ഞ ആയത്തതാണ്, അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ യതവഫാക്കും. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവൻ നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യും. വമിൻകും, നിങ്ങളിൽ ചില ആളുകൾ മയുറദ്ദു ഇലാ അർദലിൽ ഉമർ, അവശമായ ഒരു പ്രായത്തിലേക്ക് നിങ്ങളിൽ ചിലരെ തള്ളിയിടും പടച്ച തമ്പുരാൻ, പെട്ടെന്ന് മരിപ്പിക്കയില്ല. ലിക്കൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ, ആ പ്രായത്തിന്റെ അവസ്ഥ അറിയോ? എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തവനായിത്തീരുന്ന ഒരു പരുവത്തിലേക്ക്, ഒരവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കാണത്. ഇതിന് അള്ളാഹ്ക്ക് സാധ്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ വാർദ്ധക്യം എന്ന വാക്കുകളെക്കാൾ ഏറെ ഉപയോഗിച്ചിരിക്കുന്നത് അറുതലിൽ ഉമർന്ന. അറുതലിൽ ഉമർ എന്ന് പറഞ്ഞാൽ അവശമായ, അങ്ങേയറ്റം പരവശനായ, അവശനായ ഒരു വാർദ്ധക്യത്തിന്റെ അവസ്ഥ എന്നാണ്. ആ അവസ്ഥയുടെ പ്രത്യേകത പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ലിക്കൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ, നേരത്തെ അറിയാത്തവനായിരുന്നു കുട്ടിക്കാലത്ത്, പിന്നെ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ബോധമുള്ളവനായി ആ ബോധത്തോടെ കുറെ കാലം ജീവിച്ചു. ഇനിയൊരു കാലം വരാനുണ്ട്, ഇനിയൊരു അവശതയുടെ കാലം വരാനുണ്ട്, പ്രായത്തിന്റെ കാലം. ആ പ്രായം കൂടിയ കാലത്തുണ്ടാകുന്ന ദുരവസ്ഥ, അറിഞ്ഞതൊക്കെ മറന്നു പോവുകയും ഒന്നും അറിയാത്തവനെ പോലെ ഒരവസ്ഥയിലേക്ക്, അറിയാത്തവളെ പോലെ ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും എന്നൊരു മുന്നറിയിപ്പുണ്ട്.
ഇത് നമുക്ക് അറിയിച്ചു തന്നതിൽ അള്ളാഹ്ക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഒന്ന്, ഈ തരം ആളുകളുമായി കൈകാര്യം ചെയ്യുമ്പോൾ ഈ ബോധത്തോടു കൂടി വേണം നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇങ്ങനൊരവസ്ഥ വരാനുള്ളതിനെപ്പറ്റി ബോധവാന്മാരാവണം എന്ന മുന്നറിയിപ്പുമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുവേ, ഈ അങ്ങേയറ്റത്തെ വയസ്സില്ലേ, അതായത് ഖുർആനിൽ പറഞ്ഞ വിധത്തിൽ അറിവെല്ലാം നഷ്ടപ്പെട്ടു പോയി, ബോധമെല്ലാം നഷ്ടപ്പെട്ടു പോയി, കുട്ടികളെ പോലെയൊക്കെ പെരുമാറുന്നൊരവസ്ഥ, ശാഠ്യവും കരച്ചിലും പിഴിച്ചിലും എല്ലാം കൂടിയായിട്ട് കൊച്ചു കുട്ടികളെ പോലെ ആയിത്തീരുന്നൊരു കാലം വരാനുണ്ട്. ആ ഒരു കാലം എനിക്ക് വരരുതേ നാഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പം അതറിഞ്ഞാൽ നമുക്കും ചെയ്യേണ്ട പ്രാർത്ഥന അത് തന്നെയാണ്. വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, അങ്ങേ അറ്റത്തെ വൃദ്ധനാവുക, ആ ഒന്നും അറിയാൻ സാധിക്കാത്ത, അറിഞ്ഞതും മനസ്സിലാക്കിയതുമൊക്കെ ബോധമണ്ഡലത്തിൽ നിന്ന് മറഞ്ഞുപോയി അതിനാലൊന്നും നിയന്ത്രിക്കപ്പെടാത്തൊരു വല്ലാത്ത അവസ്ഥ, അതൊരു വല്ലാത്ത സഹതാപത്തിന്റെ അവസ്ഥയാണ്. സ്വന്തം പിതാവ്, സ്വന്തം മക്കൾ, സ്വന്തം ഭാര്യ, സ്വന്തം വേണ്ടപ്പെട്ടവര്, ഇവരുടെ മുമ്പില് പിതാവിന് അല്ല, ഈ പിതാവായി വരുന്ന വ്യക്തി ഇവരുടെയൊക്കെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ പരിഹാസ്യനോ നിന്ദ്യനോ ആയി തീരുന്നൊരവസ്ഥ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെ പറ്റി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. പലപ്പോഴും നന്മകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വചനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകമാണ് ബാദിറൂ ബിൽ അഅ്മാൽ, പ്രവർത്തനങ്ങൾ വേഗത്തിൽ ചെയ്യാൻ പിന്തിക്കല്ലേ എന്ന്. പല രൂപത്തിലാണ് ഇത് പറഞ്ഞത്. 7 കാര്യം വരും മുമ്പ്, 5 കാര്യം വരും മുമ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞതായി കാണും. അതിലൊന്ന്, എന്താ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇല്ല ഹറമൻ മുനഫദ, എല്ലാം ക്ഷയിപ്പിച്ചു കളയുന്ന, ഒന്നിന്റെയും ശക്തിയില്ലാത്ത വാർദ്ധക്യമല്ലേ ഇനി വരാനുള്ളത്. അമല് ചെയ്യുക, വേഗം കാത്തിരിക്കണ്ട. ഇപ്പോ പള്ളിയിൽ വരാനും സുന്നത്ത് നോമ്പ് നോൽക്കാനും ഖുർആൻ ഓതാനും വായിക്കാനും പഠിക്കാനും എല്ലാറ്റിനും ഒരു സാവകാശമോ സമയമോ ആരോഗ്യമൊക്കെ ഉണ്ട്. ഇതുള്ള നേരത്തെ ഇത് ചെയ്യ്. എന്താ നിങ്ങൾ കാത്തിരിക്കുന്നത്? ചിലപ്പോൾ വരല് ദാരിദ്ര്യമായിരിക്കും. ദാരിദ്ര്യം വന്ന് പെട്ട പിന്നെ വേറൊന്നിനും ചിന്ത വരില്ല, അതിന്റെ പിന്നാലെ മനുഷ്യനോടും. അല്ലെങ്കിൽ അമിതമായ സാമ്പത്തിക ലാഭം വരാം, അത് വന്നാലും മനുഷ്യന് പണത്തിന്റെ പിന്നാലെ ഓടി പിന്നുള്ള നേരമൊക്കെ അതിന്റെ പിന്നാലെ പോകും. അല്ലെങ്കിൽ രോഗം വരാം, അല്ലെങ്കിൽ മരണം വരാം. ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിലാണ് പറഞ്ഞത് എന്നോട് സമ്മതം ചോദിക്കാതെ നിന്റെ വാർദ്ധക്യം കടന്നു വരും, എല്ലാ ശക്തിയും ക്ഷയിപ്പിക്കുന്ന ആഗ്രഹം മനസ്സിലുണ്ടാവും, നിവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അതിനു മുമ്പ് വല്ലതും ചെയ്യാൻ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ മത്തിഅന ഫി അബ്സാരിന വഅസ്മാഇന വജഅൽഹുൽ വാരിസ മിന്ന എന്ന് പറയുന്നുണ്ട്. മാഹിയതന, അല്ലാഹുവേ, ഞങ്ങളെ കണ്ണുകൾ കൊണ്ടൊക്കെ ഞങ്ങൾക്ക് നീ സുഖം നൽകണം, കാതുകൾ കൊണ്ട് സുഖം നൽകണം, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അത് അനന്തരമായി ഉണ്ടാവുകയും വേണേ നാഥ എന്നൊരു പ്രാർത്ഥന ഉണ്ട്. നീണ്ടൊരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അല്ലാഹുമ്മ മത്തിഅന ബി അസ്മാഇന വ അബ്സാരിന മാഹിയതന വജഅൽഹുൽ വാരിസ മിന്ന. ഞങ്ങളെ കണ്ണുകൾ കൊണ്ട് ഇപ്പൊ നമുക്ക് കാണാം, അൽഹംദുലില്ലാ, ഇത് നിലനിർത്തി തരണേന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾക്ക് കാതുകൾ കൊണ്ട് കേൾക്കാം, ഇത് നിലനിർത്തി തരണേന്നാ, ജീവിച്ചിരിക്കുന്ന സമയം മുഴുവൻ ഉണ്ടാവണം. എന്നിട്ട് ആ വാക്ക് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. വജഅൽഹുൽ വാരിസ്, വാരിസിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, അനന്തരാവകാശം എടുക്കുന്നവനാണ്. ഇത് ഞങ്ങൾക്ക് അനന്തരമായി ഉണ്ടാവണേന്ന് പറഞ്ഞാൽ മരിച്ചു ചെന്നാലും ഞങ്ങൾക്ക് കണ്ണും കാതും ഉണ്ടാവണേന്നല്ല, ഈ അവയവങ്ങളൊക്കെ ഇതേ വിധത്തിൽ പ്രവർത്തിക്കുന്നവരായി ജീവിതാന്ത്യം വരെ നിലനിൽക്കാൻ സാധിക്കണേന്ന്. ഇവിടെ രണ്ടവസ്ഥയാണ് നമ്മുടെ അടുത്ത് വന്നു പോയത്. ഒന്ന്, ഈ പ്രാർത്ഥനകളൊക്കെ നമ്മളിങ്ങനെ നിരന്തരം കേട്ടപ്പോ, ദിക്റുകൾ കേട്ടപ്പോ, അത് പടച്ചോൻ നമ്മളെ ഭാരമായി ഏൽപ്പിച്ചൊരു സംഗതി പോലെ അതിനോടൊരു അവഗണന തോന്നി. പഠിപ്പിക്കപ്പെട്ടപ്പോൾ വന്ന ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ഉറങ്ങാൻ നേരത്തായാലും വിസർജന സ്ഥലത്തായാലും വാഹനം കയറുമ്പോഴായാലും ഒക്കെ ഇതൊരു ഭാരം പോലെ. പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന ഒരു പൊരുളും ആന്തരിക അർത്ഥവും അതിലൂടെ നാം പ്രകടിപ്പിക്കുന്ന അള്ളാഹുവിനോടുള്ള ഒരു വിധേയത്വവും പടച്ചവനും അതിനാലുണ്ടാകുന്ന പ്രത്യുപകാരമായി അവൻ നൽകുന്ന സുരക്ഷയും ഒക്കെ നമ്മൾ മറന്നു. ഇതിപ്പോഴും തുടരുകയാണ്. പല പ്രാർത്ഥനകളെ പറ്റിയും ക്ലാസ്സിലൊക്കെ പറയുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുമ്പോൾ അതിന് ഇങ്ങനൊരു വശമുണ്ടെന്ന് നമ്മൾ അറിയുന്നേ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ കണ്ണുകൾക്കും കാതുകൾക്കും എൻ്റെ ശരീരാവയവങ്ങൾക്കുള്ള കഴിവ് അത് നീ ജീവിതാന്ത്യം വരെ നിലനിർത്തണം.
മിച്ചമായി അതെങ്കിലും ഉണ്ടാവണേ നാഥ എന്നാ പറയുന്നത്. ജീവിച്ചു പോകാലോ, അതൊക്കെ നേരെയാണെങ്കിൽ അതിനൊക്കെ കോട്ടം വന്നാൽ പിന്നെ ഭാരമായി മാറില്ലേ, ആശ്രയിക്കേണ്ടേ മറ്റുള്ളവരെ? ഇത് പ്രാർത്ഥിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആയുസ് നീണ്ടു കിട്ടുക എന്നതൊരു കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുമില്ല. അനസ് റളിയല്ലാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ, അല്ലാഹുമ്മ അക്സിർ ലഹു മാലഹു വ വൽദഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ മക്കൾ ഒരുപാട് നൽകണം, ഒരുപാട് ധനവും നൽകണം. വ അഖിൽ ഫീ ഉംരിഹി, അദ്ദേഹത്തിന്റെ ആയുസ് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം. വഗ്ഫിർ ലഹു, പുറത്തു കൊടുക്കുകയും വേണം. ആളുകൾ പലപ്പോഴും സംശയം പറയാറുണ്ട്, ആയുസ് അള്ളാഹു തീരുമാനിച്ചു വെച്ചതല്ലേ, പിന്നെ എന്താണ് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥം എന്നൊക്കെ. ആയുസ് മാത്രമാണോ റബ്ബ് തീരുമാനിച്ചത്? എല്ലാം തീരുമാനിച്ചതല്ലേ, എല്ലാം തീരുമാനിച്ചതാണ്. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാൻ ഈ തീരുമാനിച്ചവനാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവൻ നമ്മെ അറിയിച്ചു, നിങ്ങളെ വിധിയിൽ വല്ല മാറ്റവും വരുത്തണമെങ്കിൽ അത് ഒറ്റ പോംവഴിയേ ഉള്ളൂ, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന മാത്രമാണ് വിധിയിൽ മാറ്റം വരുത്താൻ കാരണമാകുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ അള്ളാഹു ആയുസ് നിശ്ചയിച്ചു തന്ന റബ്ബിനോട് തന്നെയാണ് പറയുന്നത്, എനിക്ക് ആയുസ് നീട്ടിത്തരണേ, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് ആയുസ് നീട്ടിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. വേറെ ഹദീസിൽ കാണാം, ആരും മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഒരു വിശ്വാസിയായ മനുഷ്യന് ആയുസ് നീണ്ടു കിട്ടിയാല് അതവന് ഗുണകരമേ ആവുള്ളൂ. എന്തുകൊണ്ട്? ആ കിട്ടിയ സമയം മുഴുവൻ അയാൾ അള്ളാഹുവിനെ തക്ബീർ ചെയ്യാനും തസ്ബീഹ് ചെയ്യാനും തഹ്മീദ് ചെയ്യാനും ആരാധിക്കാനും അള്ളാഹിനെ പുകഴ്ത്താനും വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ലേ? അതൊക്കെ അയാൾക്ക് നന്മയായി മാറുകയാണ്. അതുകൊണ്ട് അയാൾക്കത് ഗുണകരമായി മാറും എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ബഹറാണ്. ബഹർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ആ ഭാഗവുമായിട്ടൊക്കെ സ്പർശിച്ചു പോവേണ്ടത്. ഒരു വശം മാത്രം പറഞ്ഞു. ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വാർദ്ധക്യത്തെക്കുറിച്ച്, പ്രായാധിക്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ശ്രദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിലെ ഒരു ഒടുങ്ങാത്തൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നതിനെ പറ്റി ബേജാറാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇതിന്റെ ഗുണം നിലനിൽക്കാൻ അള്ളാഹിനോട് പറയാനും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. ഇനി നമ്മുടെ ദീനിലെ ശരീഅത്തിലെ നിയമങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളോ വായിച്ചു വന്നാൽ പ്രായക്കൂടുതലുള്ളവരുമായി ബന്ധപ്പെട്ട കുറേ പ്രത്യേക നിയമങ്ങൾ കാണാൻ കഴിയും. ഇപ്പൊ സൂറത്തുൻ നൂറില് സ്ത്രീകളുടെ വേഷവിധാനത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൃത്യമായിട്ട്. എന്ന് വെച്ചാല് അവർക്ക് കുറെ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട. പുരുഷന്റെ വേഷത്തെക്കാളേറെ ഖുർആൻ കൃത്യമായോ വിശദമായോ സംസാരിച്ചത് സ്ത്രീകളുടെ വേഷത്തെ പറ്റിയാ. അത് നാട്ടാചാരത്തിന് വിടാൻ വേണ്ടി അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല എന്നർത്ഥം. അത് പറഞ്ഞു സംസാരമധ്യേ പറഞ്ഞപ്പോ അങ്ങനെ വന്നു സൂറത്ത് നൂറിൽ 60-ാമത്തെ ആയത്തില്, വൽ ഖവായിദു മിനൻ നിസാഇ അല്ലാത്തി ലാ യർജുന നികാഹ ഫലൈസ അലൈഹിന്ന ജുനാഹുൻ അയ്യളൈന മിൻ സിയാബിഹിന്ന വയസ്തഫിന ഖൈറുൽ ലഹുന്ന. ഈ പ്രായമേറിയായ സ്ത്രീകളില്ലേ, എന്ന് വെച്ചാല് ഇനിയൊരു കല്യാണമൊന്നും കൊതിക്കാത്ത പെണ്ണുങ്ങള്, ആ സ്ത്രീകള് അവരുടെ വസ്ത്രത്തിലൊക്കെ ലേശം മാറ്റം വരുത്തിയാല്, അശ്രദ്ധ വരുത്തിയാല് അത് കുറ്റകരമൊന്നുമല്ല. പക്ഷെ വിട്ടുപോയി ഓരോ മൊത്തപരിജാതി മിസൈന, അലങ്കാരം വെളിപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത്. പക്ഷെ കഴിയുന്നത്ര സൂക്ഷ്മത പാലിക്കലിനെയാണ് വൃദ്ധയായാലും നല്ലത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗം അള്ളാഹു എണ്ണിപ്പറഞ്ഞ ഒരു 11 വിഭാഗം ആളുകളുടെ മുമ്പിലല്ലാതെ ഒരു സ്ത്രീ മറക്കാൻ ബാധ്യസ്ഥയാണ് പ്രായപൂർത്തിയായടം മുതൽ മരിക്കുന്നത് വരെ. അത് അവൾ പാലിച്ചേ പറ്റൂ എന്നാണ് റബ്ബിന്റെ തീരുമാനം. അത് അവളെയും പഠിപ്പിക്കണം. നിയന്ത്രണാധികാരം തന്ന പുരുഷൻ അവനെ ശ്രദ്ധിക്കുകയും വേണം. ഭർത്താവിന്റെ സ്ഥാനത്തായാലും പാപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടായിരുന്നാലും ശരി. അപ്പൊ അങ്ങനെ വരുമ്പോഴൊരു വിട്ടുവീഴ്ച പറഞ്ഞു. ആർക്ക്? ഖവായിദു മിനൻ നിസാ, സ്ത്രീകളില് വയസ്സായവരെന്ന വാക്കിന്റെ അർത്ഥം പ്രായമേറെ വാർദ്ധക്യമെത്ര സ്ത്രീകള്. ആ തരം സ്ത്രീകൾ ഒരു പക്ഷേ ഇനിയിപ്പോ ആ വേഷത്തില് കൃത്യമായി മറക്കേണ്ട അവരുടെ നഗ്നതയുടെ ഭാഗമുണ്ട്, സൗന്ദര്യത്തിന്റെ ഭാഗം, അതിൽ വിട്ടുവീഴ്ചയില്ല. അതെപ്പോഴും മറച്ചിട്ട് വേണം. അത് കഴിച്ചു ബാക്കിയുള്ള ശരീരഭാഗങ്ങളില്ലേ, അത് മറക്കുന്നിടത്ത് ഇപ്പൊ ഒരു വിട്ടുവീഴ്ച വന്നു പോയാൽ തകരാറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചതായി കാണാതെയില്ല. നമസ്കാരത്തെ പറ്റി സംസാരിക്കുന്നിടത്ത് 1-ാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കുമ്പോഴും 3-ാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കുമ്പോഴും ഒരു ജുലൂസുൽ ഇസ്തിറാഹ എന്നത് പഠിച്ചു കാണും. നിങ്ങൾ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുക. 1-ാമത്തെ റക്അത്തിൽ നിന്ന് 2-ാമത്തിലേക്ക് വരുമ്പോൾ 3 4ലേക്ക് വരുമ്പോഴും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലാണ്.
നബി എപ്പോൾ ചെയ്താലും സുന്നത്താണ്. ആ അർത്ഥത്തിൽ അത് എല്ലായ്പ്പോഴും സുന്നത്താണ് എന്ന് വീക്ഷണം പണ്ഡിതന്മാരിൽ പലർക്കുമുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ വീക്ഷണമാണ് പറഞ്ഞു വെച്ചത്. ചെറുപ്പക്കാരനായാലും ചെറുപ്പക്കാരി ആയാലും ഒക്കെ ജുലൂസുൽ ഇസ്തിറാഹ നിസ്കാരത്തിൽ സുന്നത്താണ് എന്ന്. എന്നാൽ ബാക്കി 3 പ്രധാനികളായ പണ്ഡിതന്മാരില്ലേ, ഞാനിത് പറയുന്ന ആ പേരുകൾ ഉദ്ധരിക്കുന്നത് ഓർമ്മിക്കപ്പെടേണ്ടവരാണ് അവരെന്നതുകൊണ്ടും ആശയം എൻ്റേത് മാത്രമല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇമാം മാലിക് ആവട്ടെ, ഇമാം അബൂ ഹനീഫി ആവട്ടെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആവട്ടെ റളിയല്ലാഹു അൻഹും 3 പേരും പറഞ്ഞത് ഈ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്ന ഇരുത്തം വൃദ്ധന്മാർക്കാണ് സുന്നത്ത്, പ്രായമുള്ളവർക്കാണ് സുന്നത്ത്. അവർ സുജൂദൊന്നും എഴുന്നേറ്റാല് പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരൊന്ന് ഇരുന്നിട്ട് പിന്നീട് എഴുന്നേറ്റാൽ മതി, അത് അവർക്കാണ് സുന്നത്ത് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ആ വിഷയത്തിന്റെ അഭിപ്രായ വ്യത്യാസം വിശദീകരിക്കാനല്ല ഞാനിത് പറഞ്ഞത്. അവിടെ ശ്രദ്ധിക്കുന്ന ഒരു വശം നോക്കുക. പ്രായമേറെയുള്ള ഒരു മനുഷ്യൻ നമസ്കരിക്കേണ്ട ഒരു സമയമാകുമ്പോൾ അയാൾക്ക് വേണ്ടി ഒരു ഇരുത്തം വരെ നിശ്ചയിച്ചു കൊടുത്തു. താങ്കൾ ഒന്നിരുന്നിട്ട് എഴുന്നേറ്റാൽ മതി, പ്രായമുള്ള സ്ത്രീ ഒന്നിരുന്നിട്ട് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. നോമ്പിനെ പറ്റി, ഇമാമത്തിനെ പറ്റി നമസ്കാരത്തില് നിങ്ങൾക്കറിയാം, ഇമാമത്ത് നിൽക്കുന്ന വ്യക്തികള് ദീർഘമായി നിസ്കരിക്കരുത്, ഓതി ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ ആളുകളെ. ഓതി ബുദ്ധിമുട്ടിക്കരുതെന്ന് എൻ്റെ വാക്കല്ല, ഹദീസുകളുടെ വാക്കുകളിൽ ആശയമുണ്ട്. അതിന് പറഞ്ഞിരിക്കുന്ന കാരണം എന്താ? പറഞ്ഞിരിക്കുന്ന മഅ്മൂമികളുടെ കൂട്ടത്തില് സ്ത്രീകൾ ഉണ്ടാവില്ലേ, കുട്ടികൾ ഉണ്ടാവില്ലേ, വൃദ്ധന്മാരുണ്ടാവില്ലേ, രോഗികളുണ്ടാവില്ലേ? അപ്പൊ വൃദ്ധന്മാരെ പരിഗണിക്കണം. നമസ്കാരത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് നേരം ഒന്നും നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മറ്റുണ്ടാകുന്ന വിഷമങ്ങൾ, അത് പരിഗണിച്ചുകൊണ്ട് വേണം ഒരു ഇമാമ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞു. തറാവീഹ് പോലത്തെ ഐച്ഛിക സുന്നത്തുകളെ പറ്റിയല്ല ഈ പറയുന്നത്, ഫർദ് നിസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നവരെ പറ്റിയാ പറയുന്നത്. അപ്പോൾ ഇമാമ നിൽക്കുന്ന ആള് തൻ്റെ സദസ്സിൽ ഉണ്ടാവാനിടയുള്ള വൃദ്ധന്മാരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിസ്കരിക്കാൻ. റമദാനിലെ നോമ്പിനെ പറ്റി നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ യൂത്തീഖൂനോഫിദിയത്തും താഴ്സ്കീൻ, വിഷമിച്ചും പ്രയാസപ്പെട്ടും മാത്രം നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന ആളുകള് അവർ നോൽക്കേണ്ടതില്ല, പ്രായശ്ചിത്തം കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. ഇതിൽ ഒന്നാമത്തെ ആളാരാ? വൃദ്ധനാണ്. അടുത്ത വർഷം വരുമ്പോഴേക്ക് ആരോഗ്യം കൂടുമെന്ന് പറയാൻ വയ്യ, ഇനിയും വാർദ്ധക്യത്തിലേക്കാ പോകുന്നത്. ആ തരം ആളുകൾ നോമ്പ് നോൽക്കേണ്ടതില്ല എന്നാ അള്ളാന്റെ വിട്ടുവീഴ്ച. മതി, നിങ്ങൾ കുറെ കാലമായില്ലേ നോൽക്കുന്നത്. ഇപ്പൊ നോമ്പെടുക്കാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. മറ്റൊരു സമയത്ത് നോറ്റ് വീട്ടണം എന്ന് പറഞ്ഞാലും നിങ്ങളെ സംബന്ധിച്ച് പ്രായോഗികമാവണമെന്നില്ല. അവിടെ ഒരു കാര്യം ചെയ്യ്, ഒരു നോമ്പിന് പ്രായശ്ചിത്തം കൊടുത്ത് അങ്ങനെ പോയിക്കോ. ഓരോ നോമ്പിനും പ്രായശ്ചിത്തമായി കൊടുക്കാൻ കയ്യിൽ വാകയില്ലെങ്കിലോ അത് കൊടുക്കണ്ട, താൻ അള്ളാഹ് പ്രാർത്ഥിച്ചങ്ങ് കഴിഞ്ഞേച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു അവരോട്. ഹജ്ജിന്റെയും അവസ്ഥ തന്നെയാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു പകരക്കാരനെ പറഞ്ഞേക്കാൻ വകുപ്പൊന്നുമില്ല. എനിക്ക് ബിസിനസിന്റെ തിരക്കുണ്ട്, അല്ലെങ്കിൽ പിന്നെ വല്ലാത്ത തിരക്ക് പിടിച്ച ആളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ഹജ്ജിന് പോകാൻ വയ്യ, ഞാൻ കാശ് തരാം, താൻ പോയിട്ട് എനിക്ക് ഹജ്ജ് ചെയ്തു പോവാ, അങ്ങനെ ഒരു വകുപ്പില്ല. നേരെ മറിച്ച് പ്രായമായ ഒരു മനുഷ്യനോ സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാനും അത്ര ദൂരം പോയി വരാനും ശാരീരികമായി സാധിക്കാത്ത വിധം പ്രായമായവരാണെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് വേണ്ടി മറ്റൊരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഹജ്ജ് ചെയ്യുന്നവൻ ആദ്യം ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ടാവണം, അതതിൻ്റെ നിബന്ധന. അപ്പോ ഒരാളൊരു ഹജ്ജ് ചെയ്തിരുന്നു, അത് അയാളുടെ മക്കൾ തന്നെ ആവണമെന്നൊന്നുമില്ല, ആർക്കും ആവാം. നേരത്തെ ഹജ്ജ് ചെയ്ത ഒരു വ്യക്തിക്ക് പ്രായക്കൂടുതലുള്ള ഒരാൾക്ക് വേണ്ടി അയാൾ ജീവിച്ചിരിക്കെ തന്നെ അയാൾക്ക് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തു. അപ്പോ ഇതൊക്കെ ഈ ആളുകൾ ഇവർ പരിഗണിക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു ബോധം ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്തത്. ഇനി പ്രവാചകന്റെ വാചകം കേൾക്കുക. മല്ലം യർഹം സഈറന വയുവക്കിർ കബീറന ഫലൈസ മിന്ന. ഈ ലൈസ മിന്നയെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞേ, നമ്മുടെ കൂട്ടത്തിൽ കൂടേണ്ടതില്ല എന്ന് അതിന്റെ അർത്ഥം. മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കേണ്ടതില്ല എന്നാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി താൻ അറിയപ്പെടരുത് എന്നാ. ആര്? സഗീർ, ചെറിയവരോട് ദയ കാണിക്കുക. വയർഹം വയുവക്കിർ കബീറന, വലിയവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, മുതിർന്നവരെ. കബീർ ഒരു മുസൽമാന്റെ കുട്ടിക്കാലം മുതൽ മരിക്കുന്നത് വരെയുള്ള അവന്റെ തീരുമാനമാണിത്, ശാഠ്യമാണിത്, മാറ്റപ്പെടാൻ വയ്യാത്തൊരു സ്വഭാവമാണിത്. തന്നെക്കാൾ പ്രായം കുറഞ്ഞവരോട് ദയാപൂർവമുള്ള പെരുമാറ്റം, ഭാവം, സംസാരം. തന്നെക്കാൾ മുതിർന്നവരോട് മുഴുവൻ അവൻ ഏതാ ഒരു വിഷയവുമില്ല, ആരായിരുന്നാലും ശരി അവരോട് ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പെരുമാറ്റം. മാതാപിതാക്കൾ എന്ന് പറഞ്ഞില്ല, ആരായിരുന്നാലും. എന്താണ് നമ്മുടെയൊക്കെ ഹാല്? പലപ്പോഴും നമ്മൾ എവിടെയൊക്കെയാ എത്തി നിൽക്കുന്നത് എന്ന് തോന്നുമ്പോഴാണ് ബേജാറാകുന്നത്.
യാത്രയിലായാലും പള്ളിയിലായാലും ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്നിടത്തായാലും എവിടെയായിരുന്നാലും ശരി, ഒരു വയസ്സിന് മൂത്ത മനുഷ്യനോടുണ്ടല്ലോ ഇയാൾ വയസ്സ് കൂടിയ ഒരാളാണ് എന്നൊരു പരിഗണന ആര് നൽകിയില്ലെങ്കിൽ പോട്ടെ, നമ്മളതിനെ പറ്റി പരിഭവം പറയുന്നില്ല. സ്വന്തം ജീവിതത്തിന്റെ ആദർശത്താൽ നയിക്കപ്പെടാത്ത, പരലോകത്തൊരു വിചാരണയെക്കുറിച്ച് ഭയപ്പെടാത്ത വ്യക്തിക്ക് നേരെ മറിച്ച് ആ ഒരു ആദർശത്തിന്റെ വക്താക്കളും അതിനനുസരിച്ച് ജീവിക്കണമെന്ന് കൊതിക്കുന്നവരും ഒരു വിചാരണയെ മുന്നിൽ കണ്ട് യാത്ര ചെയ്യുന്ന നമുക്കെങ്ങനെ ഒരു പ്രായമായ മനുഷ്യനെ അനാദരിക്കാൻ സാധിക്കാം? ആരാവട്ടെ അയാൾ, എന്താ നീ മിണ്ടാണ്ടിരുന്നത്? അത് വയസ്സായ ഒരു മനുഷ്യനാണ്, അയാളോട് ഞാനെന്ന് മറുപടി പറയാനാ? നീ എന്തേ ഒഴിഞ്ഞു കൊടുത്തത്? അയാൾ വയസ്സായ മനുഷ്യൻ, അയാൾ പോട്ടെ. നീ എന്തേ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തത്? അയാൾ വയസ്സായ ഒരാൾ നിൽക്കുമ്പോ ഞാനെങ്ങനെ കയറിയിരിക്കുന്നത്? അതുണ്ടാവാൻ പാടില്ലല്ലോ. ഇതൊക്കെ മാറിയിട്ട് ഈ തരം വികാരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ എന്തോ ഒരു തരം അപരിഷ്കൃതമോ കാടത്വമോ ആയി മാറിയിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യേണ്ടവരല്ലെന്നൊരു ഭാവത്തിലേക്ക് നമ്മളും തരം താഴുക. ലോകം മാറുന്നുണ്ടാവാം, അത് നന്നാക്കണം, നമ്മുടെ വിഷയമല്ല. നമ്മൾ മാറാൻ പറ്റുമോ? ഇത് ഇങ്ങനെ വരാമോ? ഇത് അങ്ങനെ വയസ്സന്മാരെല്ലോടത്തും ഉണ്ടാവും. ഓല കാര്യം ശ്രദ്ധിക്കാൻ നിന്ന നമ്മളെ കാര്യം 5 മിനിറ്റാണ് ആവശ്യം, 10 മിനിറ്റാണ് ആവശ്യം. ആകെ സംഭവിക്കാവുന്ന ഇപ്പൊ അതാണ്. എന്നിട്ടാണോ ഇങ്ങനെ? ഒരു ക്യൂവിൽ നിൽക്കുന്ന ഒരു വയസ്സനോട് ബുദ്ധിമുട്ടില്ലല്ലോ, നിങ്ങളെ കാര്യം നിർവഹിച്ചു പോകും, ഇത്രല്ലേ വേണ്ടതുള്ളൂ. എന്താ നമ്മുടെ മനസ്സ് അങ്ങോട്ട് എത്തിപ്പെടാത്തത്? ഒരു മനുഷ്യനോട് ആ ഒരു സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ, ആദരവിന്റെ, അയാളുടെ ജീവിതത്തിൽ പുഴുക്കുത്തുകളോ നന്മകളോ ഉണ്ടാവാം, അതന്വേഷിക്കാൻ പഠിച്ചോ നമ്മളെ ഏൽപ്പിച്ചില്ലല്ലോ. അത് അയാളും പഠിച്ചോനേറ്റാവട്ടെ. ആ പ്രായത്തെ, ആ വാർദ്ധക്യത്തെ, ആ അവസ്ഥയെ അതിനെ ആദരിക്കുക. അതാ പറഞ്ഞേ, അതിന് സാധ്യമല്ലാത്തവൻ എൻ്റെ കൂടെ കൂടേണ്ടെന്നാണ്. പലരും പലരുടെയും കുട്ടികളെയൊക്കെ കാണുക വെറുതെ ചെവി പിടിച്ചു തിരിക്കും. എന്റെയൊക്കെ നാട്ടിലാണ് ഞാൻ ഈ കാണുന്നത്, ഞാനീ പറയുന്നത്. അതാ അവന്റെ കുട്ടിയാ, അതുകൊണ്ട് അങ്ങനെ ആവാന്ന. അവന്റെ ബാപ്പാനെ വിചാരിച്ചിട്ടോ അച്ഛനെ വിചാരിച്ചിട്ടോ ആണ് ചെയ്യുന്നത്. ഈ കുട്ടി എന്ത് വിളിച്ചു? ഇന്നാളുടെ മകനായി ജനിക്കണം ഈ കുട്ടി അപേക്ഷ കൊടുത്തിരുന്നോ പടച്ചറപ്പിനോട്? ആരുടെ കുട്ടികളായാലും അവരോട് റഹ്മത്ത്, മുതിർന്നവരോട്. അതല്ലെങ്കിൽ എന്റെ കൂടെ കൂടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം വിശദീകരിച്ചിരിക്കുന്നത്. ഫല്യുസല്ലിം അസ്സഗീറു അലൽ കബീർ. പ്രായം കുറഞ്ഞവര് പ്രായം കൂടിയവരോടാ സലാം പറയേണ്ടത്. പ്രായം കൂടിയവർ ഇങ്ങോട്ട് സലാം പറയാൻ കാത്തിക്കറില്ല. എപ്പോഴും പ്രായത്തിൽ കുറഞ്ഞവൻ പ്രായം കൂടുതലുള്ളവരോട് അങ്ങോട്ട് സലാം പറയാം. നോക്കൂ, നിങ്ങൾ ജീവിതത്തിന്റെ ഓരോ കണ്ണികളിൽ നിന്ന് കൊണ്ടേ വിളക്കി ചേർത്തിരിക്കുക അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ എന്ന് സലാം പറയുമ്പോൾ പ്രായം കുറഞ്ഞവരാ പറയേണ്ട സലാം പ്രായം കൂടിയവരോട്. ഒരിക്കൽ ഏതാനും സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നപ്പോ അതിൽ പ്രായം കുറഞ്ഞ ഒരു സഹാബി സംസാരിക്കാൻ മെനക്കെട്ടു. അന്നേരം നബിയുടെ വാചകം ശ്രദ്ധിക്കുക, കബ്ബിർ കബ്ബിർ. മൂത്തവർ സംസാരിക്കട്ടെ, മുതിർന്നവർ സംസാരിക്കട്ടെ, ഞാൻ എന്നോട് ചോദിക്കാൻ കാത്തിരിക്കുന്നു. അതാണ് മര്യാദ. ഒരു സദസ്സിലോ ഒരു വിഷയത്തിലോ സംസാരിക്കാൻ വേണ്ടി ചെന്നാൽ അവിടെ നമ്മളെക്കാൾ പ്രായമുള്ളവരുണ്ടാകുമ്പോൾ അവരാണ് ആ വിഷയം സംസാരിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. അവർ സമ്മതം തന്നാൽ, നമ്മളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരോട് അനുവാദം ചോദിച്ചതിന് ശേഷം നമുക്ക് പറയാം. എവിടെ എന്ത് യാതൊരു ഇതുമില്ലാതെ പലപ്പോഴും കാട്ടിക്കൂട്ടില്ല. വീട്ടിലായാലും മറ്റിടത്തായാലും പിന്നെ മറ്റു സദസ്സുകളിലായാലും അത് വീട്ടിൽ നിന്ന് കിട്ടേണ്ട ശിക്ഷണങ്ങളാണ്, അധ്യാപകന്മാരിലൂടെ കിട്ടേണ്ട ശീലമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എവിടെയും. കബ്ബിർ കബ്ബിർ. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നതിനെ പറ്റി പറഞ്ഞ വാചകം ഫല്യഉമ്മക്കും അക്ബറുക്കും. നിങ്ങളിൽ ഇമാമത്ത് നിൽക്കേണ്ട ആള് നിങ്ങളിൽ പ്രായം കൂടിയ ആളാണെന്ന് പറഞ്ഞു. തെറ്റിദ്ധാരണ വേണ്ട. ശരിക്കും ഇമാമത്തിനെ പറ്റി നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ഏറ്റവും അധികം ഖുർആൻ മനപ്പാടമുള്ള ആളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, ഖുർആൻ അറിയാവുന്ന ആള് എന്നാണ്. അതിലവർ സമന്മാരാണെങ്കിൽ പിന്നെ സുന്നത്തിനെ പറ്റി അറിയുന്നവര്, പലായനത്തിൽ നേരത്തെ വന്നവര്, അങ്ങനെ പല പരിഗണനയും വെക്കാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ കൂടെ പരിഗണിക്കപ്പെടേണ്ട ഒരു തത്വമായിട്ടാണ് പഠിപ്പിച്ചത് പ്രായ കൂടുതലുള്ളവർ ഇമാമത്ത് നിൽക്കട്ടെ. അവർക്ക് ഓതാൻ കഴിയാതിരിക്കുകയോ കാണാപ്പാടം ഇല്ലാണ്ടിരിക്കുകയോ നമസ്കാര നിയമങ്ങൾ അറിയാതിരിക്കുകയോ ചെയ്താൽ അവരെ മാറ്റാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അവരാണ് ഇമാമത്തിൽ നിൽക്കുകയും മറ്റും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചിലത് മാത്രം എടുത്ത് പറയാൻ ജീവിതബന്ധിയായി നമുക്കും ശീലിക്കാനോ ശ്രദ്ധിക്കാനോ വേണ്ട ഭാഗങ്ങൾ. ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്നൊരു സംശയം, ഹദീസിലെ വാചകങ്ങളില് പ്രായക്കൂടുതലുള്ളവരെന്ന് പറഞ്ഞപ്പോ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എന്നൊരു പ്രയോഗമുണ്ട്, നമ്മിൽപ്പെട്ടാണ്.
അപ്പം അങ്ങനെ വരുമ്പോൾ മുസ്ലിമായ ആളെ മാത്രം ബഹുമാനിച്ചാൽ മതിയോ, മുസ്ലിം അല്ലെങ്കിൽ? അങ്ങനെ ഒരു അർത്ഥം സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാൻ കാരണം അവരുടെ ജീവിത രീതികളും ക്രമങ്ങളും അതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പലപ്പോഴും നാം ഓർമ്മയിൽപ്പെടുത്തിയ ഒരു സംഭവം, അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ യാചിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അപ്പൊ ആൾ അന്വേഷിച്ചു, എന്താണ് നിങ്ങൾ, മുസ്ലിം ആണോ എന്താ? അയാൾ പറഞ്ഞു, ഞാൻ ജൂതനാണെന്ന് പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ യാചിക്കാൻ വേണ്ടി നിൽക്കുന്നത് ചോദിച്ചു. ഉമറിന്റെ മുസ്ലിം ഖലീഫ ജിസിയ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഭരണത്തിൽ ജീവിക്കുന്ന അന്യമതസ്ഥരായ ആളുകൾ കൊടുക്കേണ്ട ഒരു വളരെ നാമമാത്രമായ ഒരു തുക, ആ ചെലവ് മാത്രമേ അവർ കൊടുക്കേണ്ടുള്ളൂ, വേറൊരു ടാക്സ് അവർക്ക് ബാധകമല്ല. അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ എൻ്റെ അടുത്തില്ല. എന്റെ ജീവിത കഥ എന്തായാലും പിന്നെ കണ്ണ് കാണില്ല, അധ്വാനിക്കാൻ നിവൃത്തിയില്ല, എന്തെങ്കിലും തിന്നാൻ കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ കഴിഞ്ഞകാല ജീവിതം എന്തായിരുന്നു വെച്ചു, ഞാൻ അധ്വാനിക്കുന്നവനായിരുന്നു, അധ്വാനിക്കാനായിരുന്നു ഇത്രയും കാലം. ഇപ്പോ അധ്വാനിക്കാൻ ശേഷിയില്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. അതൊരു നിമിത്തായി. ഉമർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ കാലം മുതൽ അയാളെ ആരോഗ്യം മുഴുവൻ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും നമ്മൾ അയാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്തു. കൂലി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അയാൾ ആരോഗ്യം നമ്മൾ വസൂലാക്കി. ഇന്ന് അധ്വാനിക്കാൻ ശേഷിയില്ലാത്തൊരു സമയത്ത് നമ്മൾ അയാളെ സംരക്ഷിക്കുന്നതിന് പകരം അയാൾ നികുതി നൽകാൻ വേണ്ടി അയാൾ ഇറങ്ങി നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് വിടാൻ പറ്റുമോ? ഇത് പടച്ചോൻ ചോദിക്കൂലേ? എന്നിട്ട് അദ്ദേഹം സൂറത്ത് തൗബയിലെ ഇന്നമ സദഖാത്തു അലൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് പറഞ്ഞ ആയത്തില്ലേ, ആ ആയത്തിൽ അദ്ദേഹം പറഞ്ഞു, ഫുഖറാക്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങളാ, മിസ്കിന്മാർ കൊണ്ട് ഉദ്ദേശിക്കുന്ന അന്യമതസ്ഥരാ. അങ്ങനെയാ ഉമറിന് മനസ്സിലായത്. അതുകൊണ്ട് ഇയാൾ ഇറക്കാനും പാടില്ല, യാചിക്കാനും പാടില്ല, ഇയാൾക്ക് നികുതി ബാധകല്ല, ഇയാളെ പോലുള്ളവർക്ക് നികുതി ബാധകല്ല. ഇനി ഇസ്ലാമിക സാമ്രാജ്യത്തിൽ മുഴുവൻ അന്വേഷിക്കുക, ഏതെങ്കിലും ഒരു അന്യമതസ്ഥനായ ആള് വൃദ്ധയായി തീർന്ന ഒരു സ്ത്രീയോ പുരുഷനോ ഉണ്ടെങ്കിൽ അവർക്ക് അധ്വാനിക്കാൻ ശേഷിയില്ലെങ്കിൽ മുസ്ലിങ്ങളെ പൊതു ഖജനാവെന്ന് അവർ മരിക്കുന്നവരെ അവർക്ക് പെൻഷൻ കൊടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു, അത് കൊടുക്കും ചെയ്യണം എന്ന് പറഞ്ഞ ഉത്തരവായി. ആ ഉത്തരവ് മുസ്ലിങ്ങൾ കാലാകാലം പുലർത്തി വന്നു എന്നാണ് അന്ന് തുടങ്ങിയ ആ സംഭവം. അപ്പൊ അവരവിടെ മതത്തിന്റെ ഒരു ലിമിറ്റ് ഇവന് കൊടുത്താല് ആ ആയത്തിന് അവന് കൊടുത്ത വിശദീകരണം എല്ലാ പണ്ഡിതന്മാരും അതുപോലെ അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ വിശദീകരണം ഇതാണ്, ഖുർആനിൽ ഫുഖറാക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, ആ ഫുഖറാക്കൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ, മിസ്കീൻ എന്നല്ല പറഞ്ഞത്, അത് അന്യമതത്തിൽപ്പെട്ടവരും ആവാം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉത്തരവിടുന്നത്. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വിഷയം, ഈ ആളുകളിൽ നിന്ന് ഈ അന്യമതസ്ഥര ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന അന്യമതസ്ഥരായ ആളുകളിൽ നിന്ന് ഈ രാജ്യത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു അധ്വാനം പോലും നൽകണ്ട, ആയുധമെടുക്കണ്ട, പട്ടാളത്തിൽ ചേരൊന്നും വേണ്ട, അവർ ഒരു നികുതിയും സർക്കാരിന് കൊടുക്കേണ്ട, ഒന്നും ബാധ്യതയില്ല, സമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം മതി. എന്നിട്ട് അവർ അധ്വാനശേഷി നഷ്ടപ്പെടുന്ന ഒരു പ്രായത്തിലെത്തുമ്പോ, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ആളുകളില്ലാതെ വരുന്ന ഒരു പ്രായത്തിലെത്തുമ്പോ അവർ ജീവിതാന്തം വരെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യേണ്ട ബാധ്യത മുസ്ലിം സമുദായത്തിന്റെ ഖലീഫയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞു സഹാബികൾ. ആ തിരിച്ചറിവ് ഉമർ ഒരു ഒറ്റപ്പെട്ട തിരിച്ചറിവായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അത് പ്രവാചകന്റെ ശിഷ്യന്മാരുടെ ബോധമാണത്. അതാണ് അവർ മനസ്സിലാക്കിയതും ആ വിഷയത്തെ. ഇനി ശത്രുവാണെങ്കിൽ പോലും ആ സമീപനം എന്നാണല്ലോ നമ്മൾ കണ്ടത്. യുദ്ധയാത്രകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത്, ഖുലഫാഉർ റാഷിദുകളുടെ വസിയ്യത്ത് എന്താ? ലാ തഖ്തുലു ഉൽദാന, കുട്ടികളെ കൊല്ലരുത്, വലംറ, സ്ത്രീകളെ കൊല്ലരുത്, വലാ ശൈഖൻ കബീറ, വയസ്സായ ആൾക്കാരെയും കൊല്ലരുത്. അവർക്ക് നേർക്ക് നേരെ യുദ്ധത്തിൽ പങ്കാളികളാണ് അവരെന്ന് തോന്നുമ്പോൾ യോദ്ധാക്കളെ പരിഗണനയിൽ അവരും വധിക്കപ്പെട്ടേക്കാം. പക്ഷേ സിവിലിയന്മാരായി ജീവിക്കുന്ന ഇത്തരം ആളുകളെ ഒന്നും വധിക്കരുത്, കുട്ടികളെ കൊല്ലരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് പറഞ്ഞു വെച്ച പ്രവാചകൻ യാത്ര പോയിട്ട് 1400 ചില്ലാൻ കൊല്ലായി. ഈ പ്രവാചകന്റെ ശിഷ്യന്മാർ ലോകത്തൊന്നായിട്ട് പോയിട്ടുണ്ട്. പലപ്പോഴും അവർ ആയുധമെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളതല്ല. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യേണ്ടി വന്നു, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഒരാളെ പോലും അങ്ങനെ ഒരു നിരപരാധിയെ കൊല്ലാൻ അവരുദ്ദേശിച്ചില്ല. വിചാരിച്ചാൽ ആരും ചോദിക്കൂലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹെലികോപ്റ്ററുകളിൽ താഴ്ന്നു പറക്കുക, എന്നിട്ട് കടന്നു പോകുന്ന സിവിലിയന്മാർക്ക് നേരെ നിറയൊഴിക്കുക, എന്നിട്ട് ഇത് ലോകം കണ്ട് ചിരിക്കുക, അത് ചെയ്യുന്ന കാടന്മാരോട് കാമായെന്ന് മിണ്ടാൻ ലോകത്താരും ഇല്ലാണ്ടിരിക്കുക. പിന്നെ കുറ്റവാളികളും ഭീകരവാദികളെയും ഒളിപ്പിച്ചു എന്നൊരു കള്ള ന്യായം പറഞ്ഞിട്ട്
നിരാലംബരായ സ്ത്രീ പുരുഷന്മാരെ, നേരെ നിൽക്കാൻ പോലും അവധില്ലാത്ത സ്ത്രീ പുരുഷന്മാരെ കൂട്ടക്കുരുതി ചെയ്യാൻ, മരിച്ചുപോയവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക, ശ്രോതാക്കളായി ജീവൻ ബാക്കിയാവരെ ഗതി എന്താ? വായിച്ചു നോക്കൂ നിങ്ങൾ ആ വാർത്തകളൊക്കെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാട്ടാളന്മാർ കാട്ടിക്കൂട്ടുന്നത്. അവിടെ ആ പ്രവാചകന്റെ വചനം ഉമർ റളിയല്ലാഹുവിന്റെ അതേ രീതി കാണാം. നിങ്ങൾ ഓർമ്മയിലുണ്ട് ആ സംഭവം? അവരെ യുദ്ധയാത്രക്ക് പറഞ്ഞയക്കുമ്പോ, ഒരു ജിഹാദിന്റെ യാത്രക്ക് പറഞ്ഞപ്പോ അമീർ മുഅ്മിനീൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് യാത്ര പോയാൽ മതിയെന്ന്. അപ്പൊ സഹാബികള് അവിടെ കാത്തിരുന്നു. മദീനക്ക് നഗരത്തിന് പുറത്ത് സഹാബികളും താബീകളും അവരടുത്ത് ചെന്നിട്ട് ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഇവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? അത് ഞങ്ങൾ നല്ല കാര്യത്തിന് പോവല്ലേ? അല്ല, അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് നിങ്ങൾ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കയ്യിൽ ഏറ്റവും വലിയ ആയുധം തഖ്വയാണ്. ആ തഖ്വ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും. അത് നഷ്ടപ്പെട്ട പരാജയം നിങ്ങളെ കയ്യിലാവും. നിങ്ങൾ ചെല്ലുന്ന നാട്ടിലെ ആളുകൾ നിങ്ങളെക്കാൾ മോശപ്പെട്ടവരാന്നുള്ളത് നിങ്ങൾക്ക് ന്യായമാവൂല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിക്കുക, എത്ര നാൾ നീണ്ട യാത്രയായിരുന്നാലും ശരി, ഒരു കുട്ടിയെ പോലും കൊല്ലാനിടവരുത്, ഒരു സ്ത്രീയെ പോലും കൊല്ലാനിടവരുത്, ഒരു സന്യാസിയെ പോലും കൊല്ലാനിടവരുത്, കൃഷിസ്ഥലങ്ങളോ മരങ്ങളോ വെട്ടി നശിപ്പിക്കരുത്, ഒരു വൃദ്ധനെയും കൊല്ലാൻ, ഒരു വൃദ്ധയെയും കൊല്ലാനിടവരുത്. ഈ തന്റെ ഇടം പാലിക്കാൻ കഴിയുന്നോൻ ഈ കൂട്ടത്തിൽ യാത്ര പോയിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ അയച്ചതിന്റെ ഉത്തരവാദിത്തം ഏൽക്കാൻ ഉമറിന് കഴിയില്ല പടച്ചോന്റെ മുമ്പിൽ നിന്നാണ്. അപ്പൊ അതവിടെ ഒന്നും പ്രായത്തിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ ഒന്നും ജാതിയുടേതൊന്നുമില്ല. പക്ഷെ എനിക്ക് അവിടെ ഒരു വിഷയം പറയാനുണ്ട്. എന്താ വെച്ചാല്, നമ്മുടെ ചില സമൂഹ നാട്ടിലൊക്കെ നിലനിൽക്കുന്ന ചില മുസ്ലിങ്ങളല്ലാത്ത ചില ആളുകള്, ചില ജാതികള്, അവര് പലപ്പോഴും നാം കാണിക്കുന്ന സ്നേഹത്തിന്റെ മനോഭാവത്തെ ആ അർത്ഥത്തിൽ അല്ലാതെ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ ഒരു ശ്രദ്ധ നമ്മിൽ ഉണ്ടാവണം. അർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല കാര്യം. പക്ഷെ ദീനിയായ കാഴ്ചപ്പാടിൽ എന്ത് ജാതി, അങ്ങനെ ഒരു ജാതിയിലെല്ലാം മനുഷ്യജാതി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പറഞ്ഞു വെച്ചു ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിവിധ സ്ഥലങ്ങളിൽ ഈ ഒരു ശ്രദ്ധ ഉണ്ടാവണം അവരോട്. അതിന് വളരെ പ്രധാനമായ 2-3 മാർഗങ്ങളാണ് ദീനിന് സ്വീകരിച്ചത്. അത് വളരെ അർത്ഥവത്താണ്. ഒന്ന് സ്വീകരിച്ച എന്താണെന്നറിയോ? മിക്ക ഈ പ്രായമായവരും എന്ന് പറയുന്ന വിഭാഗം, അവർക്കൊരു വിശേഷമുണ്ട്. മാതാവോ പിതാവോ ആയിരിക്കും സാധാരണഗതിയിൽ. റബ്ബിന്റെ ഒരു ഹിക്മത്ത് നോക്കൂ നിങ്ങൾ. പലതവണ പറഞ്ഞു മാതാപിതാക്കളെ കാര്യം പറഞ്ഞു വന്നിട്ട് ഒരിക്കൽ പറഞ്ഞ വാചകം ശ്രദ്ധിക്കുക, ഇമ്മാ യബ്ലുഗന്ന, ബാക്കി നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ ആലോചിക്കേണ്ട റബ്ബിന്റെ ആ ഹിക്മത്താണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. ഇങ്ങനെ ഒരു മൊഴിമത്ത് ലോകത്ത് വേറെ ഏതെങ്കിലും കിതാബിലുണ്ടോ? അറിയില്ല. ഇങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവൂല. അവര് 2 പേരുമോ അല്ലെങ്കിൽ രണ്ടാലൊരാളോ വൃദ്ധരായിക്കൊണ്ട് നല്ല സമീപത്തുണ്ടായിട്ട് അങ്ങനത്തെ ഒരു കാലത്ത് ലാ തഖുല്ലഹുമാ ഉഫിൻ, ചേന്നൊരു വാക്കുപോലും അവരോട് പറയരുത്. വലാ തൻഹർഹുമാ, അവരാട്ടി അകറ്റുകയോ വെറുപ്പിക്കുകയോ ചെയ്യരുത്, കയർക്കുകയോ ചെയ്യരുത് അവരുമായി. വഖുല്ലഹുമാ ഖൗലൻ കരീമ, സംസാരം മുഴുവൻ മാന്യമായ സംസാരമേ ആവാൻ പാടുള്ളൂ. വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യം നിറച്ചു വെച്ച് വിനയത്തിന്റെ ചിറകുകൾ അവർക്ക് നേരെ താഴ്ത്തി കൊടുക്കുക. ആ ഒരു വിഭാവത്തിൽ വിനയത്തോടെ നിൽക്കുക. വഖുൽ, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, റബ്ബി എന്റെ നാഥ ഇർഹംഹുമാ, അവർക്ക് നീ കരുണ ചൊരിയണം. കമാ റബ്ബയാനി സഗീറ, അവരുടെ വേണ്ടിവരും ഞാൻ കുട്ടിയായപ്പോ എന്നോട് കരുണ കാണിച്ചതിന് പകരമായി. പലരും പറഞ്ഞു കേൾക്കാൻ പറയാൻ കൊതിക്കാറുള്ള ഒരു കാരണം, നിങ്ങൾക്കറിയില്ല മൗലവി, എന്റെ മാതാപിതാക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ എന്തുമാത്രം കുരുത്തം കെട്ടവരായാലും അവർ നിങ്ങളെ കൊന്നിട്ടില്ലല്ലോ. അവർ നിങ്ങളെ കൊന്നിട്ടില്ലല്ലോ, ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ അവർ ജീവിതത്തിൽ അവർ മാതാപിതാക്കൾ എന്ന വീഴ്ചകൾ, എന്തെല്ലാം വീഴ്ചകൾ ഒരു ഭാഗത്ത് വന്നിരുന്നാലും ശരി, ഈ ഒരു ചിന്തയിൽ റബ്ബ്, രാജാതിരാജനായ റബ്ബ് നിങ്ങളുടെ ജനനത്തിന് തെരഞ്ഞെടുത്തവർ അവർ 2 പേരുമാണ് എന്നത് റബ്ബിന്റെ തീരുമാനമാണ്. അതോടുകൂടി പിന്നെ അവരെ പറ്റി ഒരു പരാതിയും പറയേണ്ടതില്ല എന്നാണ്. അതൊരു ന്യായീകരണവും അല്ല എന്ന് മനസ്സിലാക്കുക. എനിക്കറിയാം സൂക്ഷ്മതയില്ലാത്ത രക്ഷകർത്താക്കൾ, പക്ഷപാതിത്വം കാണുന്ന രക്ഷകർത്താക്കൾ, അനീതി കാണിക്കുന്ന രക്ഷകർത്താക്കൾ, അങ്ങനെ പലരും ഉണ്ടാവാം സമുദായത്തിൽ. പക്ഷേ അത് അവരുടെ തെറ്റ്, അത് അവരുടെ വീഴ്ച, അത് അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയിലേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് ന്യായീകരണമാണോ പിതാവിനോട് ധിക്കാരം കാണിക്കാൻ, മാതാവിനോട് ധിക്കാരം കാണിക്കാൻ? ഒരിക്കലുമില്ല. പൈശാചികമാണ് ചിന്ത തന്നെ. ആ ചിന്തയിലേക്ക് തന്നെ പോവാൻ പാടില്ല.
അയാൾ ഒരു സ്ഥാനം അല്ല നൽകി. നിന്റെ പിതാവ് അദ്ദേഹമാണ് നിന്റെ ജനനത്തിന് കാരണക്കാരൻ.